everyone, welcome back to our YouTube channel. ഞങ്ങളുടെ വെക്കേഷൻ മോഡ് ഓൺ ആയിരിക്കുകയാണ് അല്ലേ ഈശക്കുട്ടി? ഈശക്കുട്ടി എവിടെ പോണേ? എവിടെയാണ്? അതെ, അപ്പൊ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലേസ് ആയിരുന്നു ഈ സലാല. കുറെ നാളായിട്ട് ആഗ്രഹമായിരുന്നു ഇവിടേക്ക് പോകണം എന്നുള്ളത്. അപ്പൊ അത് സാധ്യമായിരിക്കുകയാണ്. നമ്മൾ പോവാണ്, ഇപ്പൊ ഖരീഫ് സീസൺ ആണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ പ്ലേസുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പോകാനായിട്ട് പറ്റും. നമുക്ക് ഫ്ലൈറ്റ് വഴിയും പോകാൻ പറ്റും, അതുപോലെ തന്നെ റോഡ് വഴി പോകാൻ പറ്റും. റോഡാകുമ്പോൾ ഏകദേശം ഒരു 10-12 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. കാരണം നമ്മൾക്കിപ്പോൾ ദുബായിൽ നിന്ന് ഒമാനിലോട്ട് പോകണം, അവിടെ നിന്ന് ആണ് പിന്നെ സലാലയ്ക്ക് പോകേണ്ടത്. സോ ഒരുപാട് ദൂരം നമുക്ക് കാറിൽ ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് പോണ വഴിയൊക്കെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മാർഗ്ഗം നമ്മൾ എടുത്തത്. നമ്മുടെ കൂടെ സിനിയും ശ്രുതിനും ഉണ്ട് അല്ലേ? ഞങ്ങൾ ഒരുമിച്ചാണ് പോണത്. അപ്പം അതൊരു ഫൺ ആയിരിക്കും വിചാരിക്കണം അല്ലേ? അടിപൊളിയായിരിക്കും. സോ നമുക്ക് പോവാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അപ്പം നമ്മൾ വേറെ എവിടെയും ഇറങ്ങിയോ അതുപോലെ തന്നെ സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നില്ല. സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരാള് സമ്മതിക്കുന്നില്ല, അവൾക്ക് വീഡിയോയിൽ അതെ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടാണ് പോകുന്നത്. സ്റ്റവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോണത്. പിന്നെ അവിടെ മസ്റ്റായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് എന്തായാലും മൊസ്കിറ്റോ റെപ്പല്ലന്റ് എന്തായാലും എടുക്കണം. അവിടെ കുറെ കൊതുകുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഹോട്ടൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ചെല്ലുമ്പോൾ തന്നെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഫ്രഷൻ അപ്പ് ആയിട്ടായിരിക്കും ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ പാസ്പോർട്ടും മെമ്മറൈസ് ഐഡിയും എടുക്കാനായിട്ട് മറക്കരുതിട്ടോ. കാരണം നമുക്ക് ഇപ്പോൾ എന്നിട്ടാണ് ഉമ്മാൻ ബോർഡറൊക്കെ കടന്ന് പോകണമെന്നുണ്ടെങ്കിൽ മസ്റ്റാണല്ലോ. അപ്പോൾ എന്തായാലും അത് എടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടി വന്നു, നമ്മൾ ലഗേജൊക്കെ കയറ്റാൻ പോണ്. നമ്മുടെ ലഗേജ് ഒക്കെ ഇതൊക്കെ അപ്പം നമ്മൾ വണ്ടി കയറാൻ പോവാണ്. യെസ്, നമ്മുടെ ലഗേജൊക്കെ കയറ്റാൻ പോവാണ്. അലൈൻ വഴിയാണ് നമ്മൾ സലാലയിലോട്ട് പോകുന്നത്. ഏകദേശം ഒരു 8:30 മണിയോടുകൂടിയാണ് നമ്മുടെ ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ഫസ്റ്റ് സ്ട്രെയിറ്റ് ടു അലൈൻ ആണ്. അവിടെ എന്താണ് വെച്ചാൽ അലൈൻ കോർപ്പ് സൂപ്പർ മാർക്കറ്റ്. നമ്മളിവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു വന്നതാ. അതെ, ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. യെസ്, ഇപ്പം ഞങ്ങൾ അലയിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ അലയിൽ തന്നെ ഈറ്റ് ആൻഡ് ഡ്രിങ്കിൽ. അപ്പോൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ പോവാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അലൈനിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോകുന്നത് ഇബ്രിയിലോട്ടാണ്. അലൈനിൽ നിന്ന് ഇബ്രി, ഇബ്രിയിൽ നിന്ന് നിസ്വ, അങ്ങനെ സലാല, അങ്ങനെയാണ് നമ്മളുടെ റൂട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ നേരെ പോകുന്നത് ഇബ്രിയിലോട്ടാണ്. അതിനിടയ്ക്ക് ബോർഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിക്കണം. പാസ്പോർട്ടും നമ്മുടെ എമിറേറ്റ്സ് ഐഡിയും കയ്യിൽ എന്തായാലും മസ്റ്റായിട്ട് ക്യാരി ചെയ്യണം, അത് മറക്കരുത്. അപ്പോൾ ആ ബോർഡറിൽ നമ്മളത് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ നമ്മൾ യാത്ര തുടരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന പെട്രോൾ പമ്പിലൊക്കെ കയറുന്നുണ്ട്, പെട്രോൾ അടിക്കുന്നുണ്ട്. ഇത് മസ്റ്റായിട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം നമുക്ക് കുഴപ്പമില്ല. ഇനി അങ്ങോട്ടെന്ന് പറയുന്നത് മരുഭൂമിയാണ്. സോ അധികം പെട്രോൾ പമ്പുകളില്ല. ഞങ്ങളൊക്കെ പെട്രോൾ ക്യാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. കാരണം നമുക്ക് പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ പെട്ടുപോകും വഴിയിൽ. സോ അതുകൊണ്ട് പെട്രോളൊക്കെ നല്ലോണം ഫില്ല് ചെയ്തിട്ട് തന്നെ പോവുക. അപ്പം നമ്മൾ ചായയല്ല കാപ്പിയൊക്കെ കുടിച്ചു. കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് യാത്ര തുടരാൻ. നമ്മളിപ്പോൾ ഇബ്രീസ് അല്ലേ, ഇബ്രീസ് എത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു 9 hours ജേണി ഉണ്ട് അല്ലേ, ഏകദേശം ലോങ് ജേണിയാണ്. ഈശക്കുട്ടി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് സുദിനെ സ്ഥലം അറിയൂ? ഏതോ ഒരു സ്ഥലം, വിജനമായ മരുഭൂമിക്ക് ശേഷം ആദ്യം കണ്ട സ്ഥലം. നല്ല സൂപ്പർ മസാല ദോശ, അടിപൊളി മസാല ദോശ. എടാ പൊന്നു, ഇന്ന് പാപ്പ ഇഷ്ടമായടാ?
അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് യാത്ര വീണ്ടും തുടർന്നു. ഇനിയും കുറേ ദൂരം നമുക്ക് പോകാനുണ്ട്. അപ്പോൾ വണ്ടിയിൽ നമ്മൾ പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. എന്നാലും പുറത്ത് വലിയ കാഴ്ചകളും കാര്യങ്ങളൊന്നും ഇല്ല. കുറേ ദൂരവും മരുഭൂമി തന്നെയാണ്. നമ്മൾ സലാല എത്തുന്നതിന് തൊട്ട് മുന്നേ മാത്രമാണ് ചെറിയ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുക. നിങ്ങൾ അത്രയും ട്രാവലിംഗ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ മാത്രമാണ് ഞാൻ ബൈ റോഡ് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം കൂടുതൽ ദൂരവും ഈ മരുഭൂമി കൂടെയാണ് നമ്മൾ പോകുന്നത്. ചുറ്റും മരുഭൂമി. ഇപ്പൊ നമ്മൾ എത്രാമത്തെ പ്രാവശ്യം പെട്രോൾ അടിക്കുന്നത് സഞ്ജു? ശ്രുതിന് എത്രാമത്തെ പ്രാവശ്യം? 4ാമത്തെ പെട്രോൾ അടി കേട്ടോ. അതെ, തീരുമാനിച്ചോളണം, അല്ലെങ്കിൽ നമ്മള് പെട്ടുപോകും. പമ്പ് കിട്ടില്ല ഇടയ്ക്കിടയ്ക്ക്. പെട്രോൾ തീർന്നാ പിന്നെ വഴി കിടക്കലുണ്ടാവുള്ളൂ. പിന്നെ ആടിയിടാവും നമ്മുടെ അവസ്ഥ. ഇപ്പൊ എവിടെ എത്തിച്ചേ? ഇപ്പൊ നമ്മള് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പിലാണ് നിൽക്കുന്നത്. സ്ഥലത്തിന്റെ പേരറിയില്ല. നമുക്ക് ഏകദേശം 450 കിലോമീറ്റർ കൂടി കവർ ചെയ്യാനുണ്ട്. സോ ഒരുപാട് ദൂരം നമുക്ക് കാറിൽ ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് പോണ വഴിയൊക്കെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മാർഗ്ഗം നമ്മൾ എടുത്തത്. ഈ പാട്ടിൻ്റെ അർത്ഥം ഇപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ മാക്സിമം പകൽ ട്രാവൽ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. രാത്രിയേക്കാളും ഏറ്റവും സേഫ് പകൽ തന്നെയാണ്. ഒന്നാമത്തെ മരുഭൂമിയാണ്. പിന്നെ സാൻഡ് സ്റ്റോം ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കണ്ടോ, നമ്മൾ പോയപ്പോഴൊക്കെ സാൻഡ് സ്റ്റോം ഉണ്ടായിരുന്നു. രാത്രി ഇത് വളരെയധികം കൂടുതലാണ് ഉണ്ടാവുക. കാര്യം കുറച്ച് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഒരു നല്ല രസമായിട്ട് തോന്നിട്ടോ. ഇതൊക്കെ ഒന്ന് അറിയണ്ടേ, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി വളരെ കുറച്ച് കിലോമീറ്ററും കൂടി ഉള്ളു സലാലയ്ക്ക്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ നോക്കിയിരിക്കാണ്ട് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഉള്ളതെന്ന് കേൾക്കുമ്പോൾ വളരെയധികം ഹാപ്പിനെസ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഈ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വാദി ഷൗക്ക് പോലത്തെ സ്ഥലം പോലത്തെയാണ്. ഫുള്ള് മൗണ്ടെയ്ൻസ് ഒക്കെ ആയിട്ട് ആ ഒരു സ്ട്രക്ചറാണ് ഫുള്ള് ഈ സ്ഥലങ്ങൾ. ഓഫ് ചെയ്യാ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. സ്ഥലമാണ് അല്ലേ? എന്താ രക്ഷയിലാണ്. ഭയങ്കര ഭംഗി. പച്ചപ്പ് ഹരിതാപം. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പൂക്കളാണ്. അതെ, പെട്ടെന്ന് ചൂടിയിൽ ഇങ്ങനെ ഒരു ചേഞ്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അടിപൊളി. ആണോ? ദേ റെയിൻ ദേ പൊന്നു മഴ പെയ്യണ്ട.
മഴ പെയ്യുണ്ട് മഴ. അടിപൊളി. യെസ്, നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കുന്നു. പോളി വൈബ് എന്ന് വെച്ചാൽ പോളി വൈബ് അല്ലേ? ഭയങ്കര കോടയാണ് ഇവിടെ. താഴേക്ക് വീഴുന്ന അടിപൊളി കണ്ടോ? ഇതൊരു ഭയങ്കര കൊക്കോല സ്ഥലമുള്ള. അപ്പൊ നമ്മൾ സലാല എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒരു ലോങ് ജേർണിക്ക് ശേഷം നമ്മൾ ഫൈനലി സലാല എത്തി. പറയാൻ പറ്റില്ല അല്ലെ, ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അത്ര നേരം നമ്മള് ഒരു മരുഭൂമി കൂടെ ഒക്കെ പോയി വന്നിട്ട് പെട്ടെന്ന് പച്ചപ്പും ഫുള്ള് പച്ചപ്പും കോടമഞ്ഞൊക്കെ ആയിട്ട് അടിപൊളി, ഒരു രക്ഷയില്ല, അടിപൊളി വൈബ്. സുദിനൊക്കെ കൊക്കയായിരിക്കും നോക്കിക്കാണ് അവിടെ. ഇഷ്ടായ എന്നിട്ട് ഇഷ്ടായ അങ്ങനെ നീണ്ട 16 മണിക്കൂറത്തെ ട്രാവലിങ്ങിന് ശേഷം സലാല എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഹോട്ടലിലോട്ടാണ്. അവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ സലാല പ്ലേസുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ സലാല പ്ലേസുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാഴ്ചകളും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.